ദൈവത്തിൻ്റെ മഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് ബ്ലസ്സസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ ഒത്തിരി ദൈവമക്കളുടേതായ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നല്ലോ. ഇന്ന് നമ്മോടൊപ്പം തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ആയിരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ നിവിൻ അവർകൾ നമ്മോടൊപ്പം ഉണ്ട്. തൻ്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങൾ, കാഴ്ചയ്ക്ക് പരിമിതമുള്ള പ്രിയ കർത്തദാസൻ ഈ അനുഭവത്തിലും ഈ അവസ്ഥയിലും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുകയും അനേകർക്ക് തൻ്റെ ജീവിതം ഒരു പ്രചോദനമായി തീരുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. പക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് പാസ്റ്റർ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? താങ്ക് യു. ആദ്യമേ പ്രിയ പാസ്റ്ററിനോടും നമ്മുടെ പ്രേക്ഷകരോടുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് നിവിൻ എന്നാണ്. സ്വദേശം നെയ്യാറ്റിൻകരയാണ്, ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയാണ്. വീട്ടിൽ പപ്പ മമ്മിയുണ്ട്, ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്. ഞാൻ വിവാഹിതനാണ്. എനിക്ക് വൈഫുണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ. പക്ഷേ ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകരയാണ്, സ്വദേശം അവിടെ തന്നെയാണല്ലേ? അതെ. ജനിച്ചു വളർന്നതെല്ലാം ട്രിവാൻഡ്രത്ത് തന്നെയാണ്. നമ്മൾ ജനിച്ചു വളർന്നത് മണിവിള എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പപ്പയുടെ ജോലിയോട് ബന്ധത്തിലാണ് ഞങ്ങൾ പിന്നെ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. ഫാദറിന് എന്തോ ജോലിയായിരുന്നു? പപ്പ റീസർവേ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഓക്കെ. ഇന്ന് ലോകം മുഴുവനും പാസ്റ്ററുടേതായ പാട്ട്, വൈറൽ പാട്ട് ഇങ്ങനെ അല്ലെ, ഒത്തിരി പേരിങ്ങനെ കാണുന്നുണ്ട്. അത് അനേകർക്കൊരു ആശ്വാസവും പ്രത്യാശയും നൽകുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട പാട്ട്. പക്ഷേ ആ പാട്ട് പാടാനായിട്ടുള്ള ആ സാഹചര്യം എന്തായിരുന്നു? ഭയങ്കര എന്താ പറയുക, പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് പാസ്റ്റേഴ്സിൻ്റെ സോങ്സ് കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് രാജേഷ് പാസ്റ്ററിൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ അല്പം കൂടെ ദൈവസ്നേഹത്തിൽ നമ്മളെ വലിച്ച് അടുപ്പിക്കുന്ന പാട്ടുകളാണ് പുള്ളിയുടെ വരികൾ. അങ്ങനെ ആദ്യ തവണ കേട്ടപ്പം എനിക്കും അങ്ങോട്ട് കണക്റ്റഡ് ആയില്ല. പക്ഷെ പിന്നെ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വേദനയുടെ നടുവിലും പ്രയാസത്തിൻ്റെ നടുവിലൊക്കെ ഞാൻ ഈ പാട്ടിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും ഞാൻ തന്നെ അത് പാടാൻ തുടങ്ങിയപ്പോൾ അതീവ ദൈവ സാന്നിധ്യം എൻ്റെ അകത്ത് ചലിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനത് ഒരു ചർച്ചിൽ പാടുമ്പോൾ അത് വൈറലായത്. സ്തോത്രം. ജീവിതത്തെക്കുറിച്ച്, അതായത് ഇപ്പോൾ ഫസ്റ്റ് കാഴ്ചയ്ക്ക് പരിമിതമാണല്ലോ, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കാം? പാസ്റ്ററുകളെ, എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു. ഈ ലോകത്തെ കാണാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാനും വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് വ്യത്യസ്തത, അല്ലെങ്കിൽ എനിക്കൊരു വ്യത്യസ്തനാകാൻ കഴിഞ്ഞത് കുറച്ചൊക്കെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ മൊബൈൽ ടെക്നോളജി, കമ്പ്യൂട്ടർ ടെക്നോളജി, TV അതൊന്നും എനിക്കത്ര ഓർമ്മയില്ല. അതിന് തൊട്ട് മുമ്പിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ദൈവം എനിക്ക് അവസരം തന്നു. എത്ര വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു? അത് 8 വയസ്സ് വരെയാണ് ആ കാഴ്ച എന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇതൊരു വെക്കേഷൻ സമയത്താണ് എൻ്റെ കണ്ണിൽ ചുവപ്പ് വരികയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും തല അനക്കാൻ കഴിയാതെ വല്ലാത്തൊരു ഭാരം എൻ്റെ ലൈഫിന് അനുഭവപ്പെട്ടു. അപ്പം അന്ന് മുതിർന്നവർ പറഞ്ഞ് ഇത് ചൂട് സമയമായതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, നോർമലി ഉള്ളതാണ് എന്ന് അവരിങ്ങനെ പറയുകയുണ്ടായി. പക്ഷെ 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കാര്യം ഒത്തിരി ഗൗരവമാണെന്ന് മനസ്സിലാകുകയും എന്നെ ട്രിവാൻഡ്രത്ത് ഐ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അവിടെ തൊട്ടൊരു വല്ലാത്തൊരു ജേണിയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത്. എൻ്റെ ഡോക്ടർ പറഞ്ഞത് 5 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന റെറ്റീന ബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ ക്യാൻസർ രോഗമാണ് എൻ്റെ കണ്ണിൽ ബാധിച്ചത്. രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല, ഇതിന് മരുന്നില്ല, ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു വേദനിക്കുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത്. ഓക്കെ. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ജീവിതത്തിൽ വന്നപ്പോൾ അതിനെങ്ങനെ അതിജീവിച്ചു? പക്ഷേ അതൊരു വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത്. ഈ പ്രതിസന്ധി വരുമ്പോൾ സത്യത്തിൽ പെട്ടെന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പെട്ടെന്ന് ആ കാഴ്ചയില്ലാതെ വരുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, എന്തെങ്കിലും സംഭവിക്കുമ്പോഴല്ല, അതിൻ്റെ അതിജീവിതത്തിന് ഒരു കാലഘട്ടമുണ്ട്. അതൊരു വലിയ പെയിൻഫുള്ളാണ്. മറ്റ് എൻ്റെ കൂട്ടുകാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് 8 വയസ്സ് വരെ എനിക്ക് കാണാൻ പറ്റി, അതൊരു ഭാഗ്യമാണ്. ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പാസ്റ്ററെ. ആ ഒരു കാഴ്ചയില്ലായ്മ, പ്രതിസന്ധി എന്ന് പറയുന്നത് സത്യത്തിൽ അത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ വർഷങ്ങളെടുത്തു ആ ഒരു കാലം എന്ന് പറയുന്നത്.
അതിനുശേഷം ഈ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? അപ്പോൾ ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയപ്പം അതുമായി ബന്ധപ്പെട്ട്? പിന്നെ കാഴ്ചയുടേതായ വിഷയങ്ങൾ എന്താണ് ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? ഡോക്ടേഴ്സ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല, ഇതിന് മരുന്നില്ല, പിന്നെ അതിനെ തുടർന്നുള്ള ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ പ്രയറായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. കാരണം ഒരു ഓപ്ഷനും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. വേണമെങ്കിൽ കണ്ണിനെ റിമൂവ് ചെയ്യുക, അല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒരു ഓപ്ഷനും ഇല്ല. അപ്പോഴും രക്ഷപ്പെടുമെന്നും ഒരു ചാൻസും ഇല്ലെന്നാണ് എന്നെ ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ ഡിസിഷൻ എടുത്തു അങ്ങനെ റിമൂവ് ചെയ്യണ്ട, എന്തായാലും മരിക്കുമെന്നാണ് അവർ പറയണത്. പിന്നെ ആ മരണത്തിലേക്ക് പോട്ടെ എന്നുള്ള നിലവാരമായിരുന്നു. പക്ഷേ ആ മരണത്തിലേക്ക് പോകാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് വേണ്ടി കുടുംബം സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ഒരു വിഷയം ജീവിതത്തിൽ വന്നപ്പോൾ പല ചോദ്യങ്ങൾ ആ ചെറുപ്രായത്തിൽ പാസ്റ്ററിൻ്റെ മനസ്സിനകത്ത് വന്നു കാണും. കാരണം കർത്താവിനെ അറിഞ്ഞും കർത്താവിനെ ആരാധിച്ചും പോകുന്ന ഒരു കുടുംബമാണല്ലോ പാസ്റ്ററുടെ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ചോദ്യങ്ങൾ, കർത്താവ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പലപ്പോഴും നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുക. കാരണം ഒരു വെളിച്ചത്തിൻ്റെ ലോകത്ത് നിന്ന് പെട്ടെന്നൊരു ഇരുട്ടിൻ്റെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ അതൊരു വല്ലാത്ത ഫീലിംഗ് ആണല്ലോ. പാസ്റ്റർ എങ്ങനെ അതിൻ്റെ ആ ഒരു മാനസിക അവസ്ഥ എന്തായിരുന്നു? സത്യത്തിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. കാരണം എനിക്ക് ചർച്ചിൽ പോകുമ്പോൾ ബൈബിളിലുള്ള 3 അന്തരമുണ്ട്. ബർത്തിമായും ശീലവും കുളത്തിൽ പോയി കഴുകിയ, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും തോന്നിയ അവസ്ഥകളുണ്ടായിരുന്നു. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ. കാരണം ബാക്കി ആർക്കും ഒരു പ്രശ്നമില്ല, എനിക്ക് മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം എന്തിനാ വന്നത്, എന്തിനാണ് എനിക്ക് ഇത്രയും ഒരു വേദന എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തന്നതെന്ന് പലതവണ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. പള്ളിയിലൊക്കെ പോകുമ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ അത്തരം പ്രസംഗങ്ങളിലൊന്നും വിശ്വാസമില്ല. അത്രയും അത്ഭുതം എന്ന വാക്ക് തന്നെ എനിക്ക്, കാരണം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ഇല്ലല്ലോ. ഞാൻ ഓടിച്ചാടി നടന്ന ആളല്ലേ, പെട്ടെന്ന് ആക്റ്റീവായി നടന്ന ആൾ പെട്ടെന്ന് കാഴ്ച ഇല്ലാതെ വരുമ്പോൾ പെട്ടെന്ന് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ ഗ്രാജുവലായിട്ട് ദൈവം അതിനെ മാറ്റി മാറ്റി കൊണ്ടുവന്നത്. ഓക്കെ പാസ്റ്ററെ, അപ്പം എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുന്നില്ല നിശ്ചയമായിട്ടും, അല്ലേ? അപ്പോൾ പാസ്റ്ററിന് ആ ഒരു എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രയാസം വന്നത് അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് എന്നുള്ളത് എപ്പോഴാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്? ഈ വൈകല്യത്തെ തന്നെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ മറികടക്കാന്നുള്ള ചിന്തയിലാണ് പിന്നെ ഞാൻ പതുക്കെ തബല പ്ലേ ചെയ്യാൻ തുടങ്ങി. പതുക്കെ സിംഗിങ്ങിലോട്ട് കടന്നു. എൻ്റെ പ്രയർ ലൈഫ്, അങ്ങനെ സൺഡേ സ്കൂളും മറ്റു കാര്യത്തിൽ എല്ലാത്തിലും ആക്റ്റീവ് ആവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിനെ പതുക്കെ മറക്കാൻ തുടങ്ങി. ഈ വേദനകളെ, ഈ വിഷമതകളെ, മറ്റ് ഇതുണ്ടെങ്കിൽ പോലും, ഈ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറം സന്തോഷം തരുന്ന കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് എൻ്റെ നിന്ന് പതുക്കെ അകന്നു മാറിയത്. ഓക്കെ, അപ്പോൾ പാസ്റ്ററിൻ്റെ ഫാമിലിയൊക്കെ എങ്ങനെയാണിത്, അവർക്ക് എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു? അവരെങ്ങനെയാണ് പാസ്റ്ററിനെ മോട്ടിവേറ്റ് ചെയ്തത്? സത്യത്തിൽ എന്നെക്കാൾ എൻ്റെ ഫാമിലിയാണ് ആ കാര്യത്തിൽ ബെറ്റർ. പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഭയങ്കര പോസിറ്റീവ് തിങ്കിങ് ഉള്ള ഒരാളാണ്. അമ്മയും പപ്പ, ബ്രദർ, ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടാണ് ഇത്രത്തോളം എത്താൻ പറ്റിയത്. ഞാൻ പലപ്പോഴും ഡൗൺ ആയി പോകും, നമ്മൾ മനുഷ്യരല്ലേ, ചിന്ത ഇതൊക്കെ വരുമ്പോൾ തളർന്ന് പോകുമ്പോൾ അപ്പോഴെന്നെ കൈപിടിച്ച് നടത്തുന്നത് എൻ്റെ ഫാമിലിയാണ്. അത് എല്ലാവരും ഉണ്ട്, ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്, പ്രത്യേകിച്ച് മമ്മി, പപ്പ, എല്ലാവരും ആ കാര്യത്തിൽ സപ്പോർട്ടീവാണ്. ഓക്കെ, പാസ്റ്റർ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ മിനിസ്ട്രിയിലോട്ട് ഇറങ്ങാൻ എങ്ങനെയാണ് ഇടയായി തന്നത്? എനിക്ക് ആഗ്രഹം നന്നായിട്ട് പഠിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ പാരൻസ് ദൈവനാമത്തിന് വേണ്ടി എന്നെ സമർപ്പിച്ചതായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ +2 കഴിഞ്ഞപ്പോഴാണ് അല്പം കൂടെ മിനിസ്ട്രി ഫോക്കസ്ഡ് ആയത്. എന്നെ കൊണ്ട് ഇതൊക്കെ കഴിയും. ഭയങ്കര അപകർഷ ബോധമായിരുന്നു എനിക്കിതൊന്നും ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് ആരും വേദികൾ തരില്ല, അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമയത്ത്. പക്ഷെ +2 കഴിഞ്ഞ ലൈഫിൽ ഞങ്ങൾ ചർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ഫുൾ കോൺഫിഡൻസ് എനിക്ക് വരുന്നത്. അതുവരെ വേറൊരു ചർച്ചിൽ തബലിസ്റ്റ് ആയിരുന്നു, അവിടെ വർഷിപ്പ് ചെയ്യും, അങ്ങനെയായിരുന്നു. നമ്മൾ ചർച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ചെറിയ രീതിയിൽ പ്രസംഗിക്കാനും ഇതൊക്കെ സെൽഫായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അല്പം കൂടെ മിനിസ്ട്രിയിൽ ഫോക്കസ്ഡ് ആയത് ഞാൻ. ഓക്കെ, കുടുംബജീവിത അനുഭവങ്ങളൊന്ന് പറയാം. അതൊരു ഭയങ്കര ജേർണിയായിരുന്നു. കാരണം
ഈ നമ്മളെ പരിമിതി എന്ന് പറയുമ്പോൾ അതെന്തായാലും നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കണം. നമ്മൾ എത്ര മോട്ടീവ് ആണെങ്കിലും മോട്ടിവേറ്റ് ചെയ്താലും ചില കാര്യങ്ങൾ ഇപ്പൊ എന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു യാഥാർത്ഥ്യത്തെ ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കി തന്നെയാണ് ജീവിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോഴാണ് വിവാഹ ജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മുടെ ഇന്നത്തെ കാലത്തില് എല്ലാവർക്കും ഹൈഫൈ ലൈഫാണ്, അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പോ അങ്ങനെ നോക്കുമ്പോ എന്റെ ജീവിതം എന്ന് പറയുന്നത് ഞാനൊരു മിഷണറിയാണ്, അല്ലെങ്കിൽ ഞാനൊരു സുവിശേഷകനാണ്. അപ്പം അങ്ങനെ ഒരാൾ ലൈഫിൽ വരുമ്പം അതിനോട് സമർപ്പണമുള്ള ഒരാള് നമ്മുടെ ലൈഫിൽ വരണം. പ്രത്യേകിച്ച് നിവിൻ എന്ന വൈകല്യമുള്ള ആളെയും ആ സമർപ്പണമുള്ള ആളും വേണം. അപ്പൊ ഞാൻ തമാശക്ക് പറയാറുണ്ട്, ഒരു സമർപ്പണം ഉള്ളതിനെ പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഈ രണ്ട് സമർപ്പണം ഒരിക്കലും എന്തായാലും വരാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു സ്വപ്നം എന്താ പറയാ ഇല്ലായിരുന്നു എന്റെ ലൈഫിൽ. കാരണം കണ്ടിട്ട് കാര്യമില്ല, കാരണം നടക്കില്ല എന്നൊരു ചിന്ത മനസ്സിൽ ചിന്തിച്ചത് അങ്ങനെയാണ്. കാരണം ഇന്നും നമ്മളതല്ലേ പാസ്റ്റേ കാണുന്നത് എല്ലാവർക്കും. കാരണം ഇത് ത്യാഗം ജീവിതമാണ്. എന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ, എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മകനായതുകൊണ്ട് അമ്മ എന്നെ നോക്കും, അമ്മയുടെ മരണം വരെ എന്നെ നോക്കും. പക്ഷെ പെൺകുട്ടി ഒരാൾ ലൈഫ് പാർട്ട്ണർ വരുമ്പോ അങ്ങനെയല്ല, അവർ ത്യാഗം സഹിക്കാനാണ് പറഞ്ഞത്. നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, പല കാര്യങ്ങൾക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഒരാളെ ലൈഫിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. തീർച്ചയായിട്ടും അത് എന്റെ 30-ാം വയസ്സിലാണ് എന്റെ ലൈഫിലേക്ക് എന്റെ വൈഫ് കടന്നു വരുന്നത്. വൈഫിനെ കുറിച്ച്, വൈഫ് എവിടുത്തെ കാര്യമാണ്? തീർച്ചയായിട്ടും പേര് എന്റെ വൈഫിന്റെ പേര് പ്രേമലത എന്നാണ്. സോറി, ഞാൻ എന്റെ ഫാമിലിയുടെ പേര് പറഞ്ഞില്ല. അപ്പോ എന്റെ പപ്പയുടെ പേര് വൈ വിനോദ എന്നാണ്, അമ്മയുടെ പേര് സുജാത കുമാരി, എന്റെ ബ്രദറിന്റെ പേര് എബിൻ VS എന്നാണ്, എന്റെ അനിയത്തിയുടെ പേര് ടീന VS എന്നാണ്. അപ്പോൾ എന്റെ വൈഫ് മലയാളിയല്ല. ഞങ്ങൾ ഒരുപാട് മലയാളി പിള്ളേരൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. നോർത്ത് ഇന്ത്യയിലാണ്, അല്ലെങ്കിൽ ബീഹാറിലാണ് എൻ്റെ വൈഫിന്റെ സ്വദേശം, അവിടുത്തുകാരാണ്. അപ്പൊ മലയാളമൊക്കെ പഠിച്ചോ, ഹിന്ദി പഠിച്ചോ? നോർമലി അവർ മലയാളം പഠിക്കുമല്ലേ. ഓക്കെ. അപ്പോൾ പാസ്റ്റർ മിനിസ്ട്രി ഇപ്പോൾ എന്താണ് പാസ്റ്റർ ഫോക്കസ് ചെയ്യുന്നത്? ചർച്ച് മിനിസ്ട്രി ആണോ, അല്ലെ മിഷൻ വർക്കാണോ? പാസ്റ്റർ ഞാൻ ആദ്യം ചർച്ച് പാസ്റ്റർ ആയിരുന്നു. ഒരു 4-5 വർഷം ചർച്ചിലെ ആദ്യം അസിസ്റ്റന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ചർച്ച് പാസ്റ്ററായി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം സമയം കിട്ടുമ്പോൾ, എപ്പോഴൊന്നും പറയുന്നില്ല, സമയം കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോവാറുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഏത് സ്ഥലം? ഈ ബീഹാർ തന്നെയാണ്. ഇപ്പൊ വൈഫ് അവിടെ ഉള്ളതുകൊണ്ട് ബീഹാറിൽ തന്നെ പോകുന്നത്. അല്ലാതെ തന്നെ ഒരു 6 സ്റ്റേറ്റ് ദൈവസാക്ഷി കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. പക്ഷേ നമ്മുടെ കേൾക്കുന്ന പ്രേക്ഷകർ പലരും ഇതുപോലുള്ള ജീവിതത്തിൽ പല പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കാരണം ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളോടുകൂടെ മുന്നോട്ട് പോയി പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ അവർ ആകെ എന്താ പറയുക തളർന്നു പോകുന്ന ഒരു അനുഭവത്തിൽ കേൾക്കുന്നവരുണ്ട്. അവരോട് പാസ്റ്ററിന് എന്താണ് പാസ്റ്റർ ജീവിതാനുഭവത്തിൽ നിന്നും പറയാനുള്ളത്? നമ്മൾ ഈ കുറവുകൾ സത്യത്തിൽ ആദ്യം നമ്മൾ വിശ്വസിക്കുക. ഇന്ന കുറവ് ഞാൻ ചെയ്തത്, എനിക്ക് ഇന്ന വൈകല്യം ഉണ്ട്, പക്ഷെ ഈ വൈകല്യത്തിൽ തന്നെ തുടരാൻ എനിക്ക് താല്പര്യമില്ല. ഇതിനെങ്ങനെ അതിജീവിക്കാം? ഇതെന്തായാലും മറക്കണമല്ലോ. ഇതിന്ന് എന്തായാലും പുറത്തു വന്നാലും പറ്റും. പുറത്തു വരാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിന്റെ മാക്സിമം 100% റിസൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ പുറത്തു വരും. എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എനിക്ക് പാടുന്നതിന് ഭയങ്കര സന്തോഷമായിരുന്നു, മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ അങ്ങനെ മടുക്കാതെ പാടുമായിരുന്നു. തബല പ്ലേ ചെയ്യുന്നത്, യാത്ര ചെയ്യുന്നത്, മറ്റുള്ളവർ സംസാരിക്കുന്നത്, നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ വേറെ എന്തെങ്കിലും വെല്ലുവിളികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പക്ഷേ ഈ കാഴ്ച മാത്രമല്ല, എനിക്ക് സത്യത്തില് ഞാൻ ജനിച്ചപ്പോഴെനിക്ക് അണ്ണാക്കില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മിൽക്ക് കുടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ മമ്മി അതിന് തരണം ചെയ്തു. പക്ഷെ ഞാൻ ഈ വേദന തിരിച്ചറിയണത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ്. ഞാൻ ഈ വേദന തിരിച്ചറിയണത്. കാരണം ഈ മൂക്ക് വെച്ച് സംസാരിക്കുമ്പോൾ ആൾക്കാർ പലരും തിരിച്ചിങ്ങനെ കളിയാക്കുന്ന പോലെ, അവർക്കൊരു കുഴപ്പമില്ല പാസ്റ്റർ, പക്ഷെ തിരിച്ചെന്നോട് ആ ഒരു കളിയാക്കൽ രൂപത്തിൽ സംസാരിക്കും. എനിക്ക് ഭയങ്കര വിഷമായിട്ടുണ്ട്. പലരും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എനിക്ക് അതിപ്പോഴും അവർ എന്താ പറയുക മുറിവായിട്ട് എൻ്റെ അകത്ത് കിടപ്പുണ്ട്. എനിക്ക് പലരോട് സംസാരിക്കാൻ പേടിയായി,
പല വ്യക്തികളോടും ഫേസ് ചെയ്യാൻ തന്നെ എനിക്ക് മോശമായിരുന്നു. ഏറ്റവും കൂടുതൽ സങ്കടം മൈക്കിലൂടെ എങ്ങനെ എൻ്റെ സൗണ്ട് ആയിരിക്കുമെന്ന് എനിക്ക് കൊതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആരും മൈക്കൊന്നും തന്നിട്ടില്ല, തരത്തുമില്ല. അക്ഷരസ്ഫുടത ഇല്ലാത്ത വ്യക്തിക്ക് പലപ്പോഴും അവഗണനകൾ അല്ലേ? ഉറപ്പായിട്ട് അവഗണന എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ അവഗണനയായിരുന്നു. പാടാൻ ഭയങ്കര കൊതിയായിരുന്നു, പക്ഷെ അവസരം ഇല്ലായിരുന്നു. പക്ഷെ ആ ഇതിലും എൻ്റെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയിൽ പാടാനും പ്രസംഗിക്കാനും അമ്മ പ്രോത്സാഹനം തന്നായിരുന്നു. പക്ഷെ അതിനെല്ലാം വിടുതൽ ദൈവം തന്നു അല്ലേ? 14 വയസ്സിലാണ് എൻ്റെ തൊണ്ടയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അന്ന് മുതൽ പാടാൻ തുടങ്ങിയതാണ്. ഇതുവരെയും ദൈവം പാടാനുള്ള കൃപ തന്നു. ഇനിയും ദൈവം അതിനുള്ള കൃപയും ആരോഗ്യവും ആയുസ്സും ഒക്കെ ദൈവം തരട്ടെ. പാസ്റ്ററിൻ്റെ ഫാമിലിയും മിനിസ്ട്രിയും ഒക്കെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കും. ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ ദൈവകൃപയാൽ. പാസ്റ്ററിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനസ്സിനെ തട്ടിയ കഴിഞ്ഞ ഒരു പാട്ട്, എന്തായാലും ഒരു പാട്ട് പാസ്റ്ററിന് എന്തായാലും ഫേവറേറ്റ് ആയിട്ട് ഉണ്ടാവുമല്ലോ, അതേത് ഗാനമാണ്? തീർച്ചയായിട്ടും എന്നെ സത്യത്തിൽ പിടിച്ചു നിർത്തിയത് പല പാട്ടിൻ്റെ വരികളാണ്. അതെ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ പാട്ടുമായിട്ട് വരും. ഞാൻ തളർന്നു പോകുമ്പോൾ ഓരോ പാട്ടുകളാണ് എന്നെ നിർത്തുന്നത്. അപ്പം ഈ ഒരു തരി പോലും അല്ലെ ഇമ പോലും അടയാതെ ഈ വരികളാണ് എന്നെ പിടിച്ചു നിർത്തിയത്. എൻ്റെ തുടക്ക സമയത്തിൽ ഉള്ള പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം. രോഗദുഃഖങ്ങളാ പീഡിതനായ ജീവിതം എന്തിനെന്നു നിനച്ച നേരം, രോഗദുഃഖങ്ങളാ പീഡിതനായ ജീവിതം എന്തിനെന്നു നിനച്ച നേരം, ചാരത്തണഞ്ഞു വന്ന് സാന്ത്വനവാക്കു തന്ന് എന്നോടൊരു ചവരേ എങ്ങനെ മറന്നിടും, എങ്ങനെ മറന്നിടൂ എൻ പ്രിയ യേശുവിനെ, എങ്ങനെ സ്തുതിച്ചിടും. ആയിരം നാവുകളാൽ വർണ്ണിപ്പാൻ സാധ്യമല്ല, ആയിരം നാവുകളാൽ വർണ്ണിപ്പാൻ സാധ്യമല്ല, പോയ നാളിൽ ചെയ്ത നന്മയോ എങ്ങനെ മറന്നിടും. കർത്താവിന് വേണ്ടി പാടാനും നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി പ്രവർത്തിക്കുവാനൊക്കെ ദൈവം അങ്ങനെ ഒരു വിളി, ഒരു വിഷൻ ദൈവം തന്നു. ഇനി പാസ്റ്ററിന് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ഇനി അധികമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടും എനിക്കിനി അല്പം കൂടെ കമ്പോസിഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പാട്ട് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ യങ് ജനറേഷന് അല്പം കൂടെ എന്താ പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി അടുപ്പിക്കാൻ. ഏറ്റവും പ്രധാനം ഈ വൈകല്യമുള്ളവർക്ക് ഡിപ്രഷൻ ഭയങ്കരമാണ്, നിരാശ, ആരും അവരങ്ങനെ മനസ്സിലാക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ ചെന്ന് കണ്ട് അവരോട് സംസാരിച്ച് അവർക്ക് വേണ്ടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്നാണ് എൻ്റെ ഫ്യൂച്ചറിൽ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും അത് ചെയ്യണം. തീർച്ചയായിട്ടും പാസ്റ്ററുടെ ആഗ്രഹത്തെ ദൈവം മാനിക്കും. ദൈവം അതിന് വേണ്ടുന്ന വഴികളെ തുറക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസൻ്റെ ഈ അനുഭവം ഒരുപക്ഷെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതുപോലുള്ള പല വഴികളിലൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവം നിങ്ങൾ കേട്ടല്ലോ. നിശ്ചയമായിട്ട് ഇതിനെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. അതിന് പ്രധാനമായിട്ടും വേണ്ടത് കർത്താവിലുള്ള ആശ്രയമാണ്. പ്രിയ ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സാധിക്കത്തില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള സാഹചര്യത്തിൽ വെറും സീറോയുടെ അനുഭവത്തിൽ നിന്നാണ് കർത്താവ് ഈ ഒരു നിലവാരത്തിലേക്ക് ദൈവം പിടിച്ചുയർത്തിയത്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് അല്ലേ പാസ്റ്ററെ? തീർച്ചയായിട്ടും പാസ്റ്ററുടെ അനുഭവം അത് അനേകർക്ക് പ്രചോദനമാണ്, അത് അനേകർക്ക് അനുഗ്രഹമാണ്.
ഈ പരിമിതമായ സാഹചര്യത്തിലും പാസ്റ്ററിന് കർത്താവിന് വേണ്ടി ഇത്രയും പ്രവർത്തിക്കാനും യാത്ര ചെയ്യാനും പാടാനും അങ്ങനെയൊക്കെ കൃപ ദൈവം തന്നല്ലോ. ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. കാരണം പലർക്കും പല കഴിവുകളുണ്ടായിട്ടും അവരത് പ്രയോജനപ്പെടുത്തുന്നില്ല. പക്ഷേ പാസ്റ്ററുടെ ആ ഗാനവും ദൈവം തന്ന ആ കഴിവുകളൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഇനിയും ദൈവം ഒത്തിരി അവസരങ്ങൾ നൽകട്ടെ. നമുക്ക് ആ ഗാനം ഒന്ന് നമുക്ക് ശ്രവിക്കാം. വൈറലായ ഗാനം നമ്മുടെ ഈ ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടി പാസ്റ്റർ പാടുന്നതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നുമെന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാൾ അരികിൽ നീ എന്നുമെന്നും വേണം. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴൻ ആയി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴൻ ആയി. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണ്, അമൃതാണ് യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണ്, അമൃതാണ് യേശു. പ്രിയരെ, നമ്മൾ ഈ കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടല്ലോ. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ പലവിധമായ വിഷയങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയി എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം. എന്നാൽ പ്രിയ ദേവദാസൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് അത് ജീവിതത്തിൽ വലിയൊരു പ്രചോദനമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്രത്യേകമായൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.